ശ്രീ ഷാജി രാഘവൻ, ഇപ്പോൾ കേന്ദ്ര സർക്കാർ പണം നൽകാത്തത് കൊണ്ടാണ് കേന്ദ്രമാണ് കനിയേണ്ടത്, കേന്ദ്രമാണ് തീരുമാനമെടുക്കേണ്ടത്. ഇത് സംസ്ഥാന സർക്കാർ ആവർത്തിക്കുകയാണ്. ഇന്നും അത് തന്നെയാണ് ചർച്ചയ്ക്കെത്തിയിരിക്കുന്ന ആശാവർക്കർമാരോട് ആരോഗ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. കേന്ദ്രം ചെയ്യേണ്ട കാര്യങ്ങളുമുണ്ടല്ലോ. ഇപ്പോൾ ഇൻസെന്റീവ് കൂട്ടുമെന്നുള്ള വാഗ്ദാനം അടക്കമുണ്ട്. അതിപ്പോൾ ഇവരുടെ ഈ പ്രശ്നം കണക്കിലെടുത്ത്, അവർ ഇപ്പോൾ തെരുവിലാണ് എന്ന വിഷയം കണക്കിലെടുത്ത് അവിടെ ഇപ്പോൾ നിങ്ങൾ അടിക്കടി വരുന്നുമുണ്ട്. അത് വേഗത്തിലാക്കുമോ? അതിനൊരു കൃത്യസമയം പറയാൻ പറ്റുമോ? ഇതാ ഇൻസെന്റീവ് ഇതാ കൂട്ടാൻ പോകുന്നു, ഇന്ന ദിവസം മുതൽ നിങ്ങൾക്ക് കൂട്ടിത്തരികയാണ് എന്ന്. അല്ല, കേരളത്തിലെ ആശമാരുടെ സമരം ഇന്ന് 38 ദിവസമാകുമ്പോൾ ഒരു കാര്യം കേരളത്തിന് വ്യക്തമായി. അതായത് സമരത്തിൻ്റെ തുടക്കം മുതൽ കേരളത്തിൽ നിയമസഭയ്ക്കകത്ത് ആരോഗ്യമന്ത്രിയും നിയമസഭയ്ക്ക് പുറത്ത് CPM നേതാക്കന്മാരൊക്കെ പറഞ്ഞു വെച്ച ഒരു കാര്യമുണ്ട്. അതെന്തായിരുന്നു? ഈ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിനായിരിക്കും. ഒരു ഘട്ടത്തിൽ സംസ്ഥാനത്തിൻ്റെ ആരോഗ്യമന്ത്രി പറയും, ഞാനിവിടെ വരാം, ഡൽഹിയിൽ പോകാൻ നമുക്ക് സമരമെന്ന്. ഇന്ന് അതിൽ നിന്നൊക്കെ ഇവർ ഒരുപാട് പിന്നോട്ട് പോയില്ലേ? ശരിക്കും 38 ദിവസമായ സമരത്തെ ഇന്ന് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നവർ ഒരു ഒത്തുതീർപ്പിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ചർച്ചയ്ക്ക് വേണ്ടി ഇവരെ വിളിക്കുമ്പോൾ, ചർച്ചയ്ക്ക് ശേഷം ആരോഗ്യമന്ത്രി പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, പ്രധാനമായിട്ടും അവർ രണ്ട് കാര്യമാണ് പറഞ്ഞത്. ഒന്ന്, അവരോട് പറഞ്ഞു, ഈ ഗവൺമെൻറ്റിനൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഈ ഗവൺമെൻറ് പാപ്പരാണ്, ഈ ഗവൺമെൻറ്റിന് എടുത്തു തരാൻ പൈസയൊന്നുമില്ല എന്നാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ആൾ പറയുന്നത്. എന്തായിരുന്നു ബഡ്ജറ്റിൻ്റെ പ്രിമാഫേസിൽ ആമുഖത്തിൽ സംസ്ഥാനത്തിൻ്റെ ധനകാര്യമന്ത്രി പറഞ്ഞത്? സംസ്ഥാനം എല്ലാ തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറി കഴിഞ്ഞിരിക്കുന്നു, ടേക്ക് ഓഫിൻ്റെ റൺവേയിൽ ഗവൺമെൻറ് ഓടിക്കൊണ്ടിരിക്കുകയാണെന്നല്ലേ പറഞ്ഞത്? എന്തേ ആശാവർക്കർമാരുടെ കാര്യത്തിൽ ഇപ്പോൾ ആരോഗ്യമന്ത്രിക്ക് പുതിയ വെളിപാട് വരുന്നത്? ഇത് ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ. ആശാവർക്കർമാർ കേരളത്തിൽ എന്തുകൊണ്ടായി ഡിമാൻഡ് വെച്ചത്? ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധിയെ സൂചിപ്പിച്ചു. കാരണം 2021 പ്രകടന പത്രികയിൽ ഈ ആശാവർക്കർമാർ ഉൾപ്പെടെയുള്ളവരുടെ അവരുടെ വേതനം 21,000 രൂപ വർദ്ധിപ്പിക്കുമെന്ന് ഈ ഗവൺമെൻറ് അല്ലേ, LDF അല്ലേ ഇവർക്ക് ഉറപ്പ് കൊടുത്തത്? അതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ അവർ ഈ ചോദ്യം ചോദിക്കുന്നത്? ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഇന്നിപ്പോൾ അവർ പറയുന്നത് ഇതെടുത്തു തരാൻ വേണ്ടി അവർ രണ്ട് കാര്യം പറയുന്നുണ്ട്. ഒന്ന്, വേണമെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള തൊഴിൽ അല്ലെങ്കിൽ മറ്റു തൊഴിലും കൂടി ഇതിന് പാരലായിട്ട് ഇതിന് സമാന്തരമായിട്ട് നിങ്ങൾക്ക് ചെയ്യാം എന്നൊരു എന്താ പറയുക, ആ തരത്തിൽ പറഞ്ഞിട്ട് ഇവരുടെ സമരത്തെ ലഘൂകരിക്കാനോ, അല്ലെങ്കിൽ പിന്നീട് വേറൊരു കാര്യം കൂടെ പറഞ്ഞത്, നിങ്ങൾ 26,000 പേരിൽ 400 പേര് മാത്രമേ സമരത്തിനുള്ളൂ എന്നുള്ളത്. എന്താണ് ഗവൺമെൻറ്റിൻ്റെ കൃത്യമായ നിലപാട്? അത് VPP മുസ്തഫ ഈ മീറ്റിങ്ങിൽ ഈ ചർച്ചയിൽ പറയണ്ടേ? നിങ്ങളുടെ നിലപാടെന്താ ഇക്കാര്യത്തിൽ? കേരളത്തിലെ ആശാവർക്കർമാരുടെ കാര്യത്തിൽ അബദ്ധം പറ്റി ഞങ്ങൾ 21 പ്രകടന പത്രികയിൽ പറഞ്ഞത് തെറ്റായിപ്പോയി. കേരളത്തിലെ ആശാവർക്കർമാർക്കും സമാന്തരമായിട്ട് അല്ലെങ്കിൽ സമാനമായി തൊഴിൽ ചെയ്യുന്നവർക്കും നിലവിൽ കൊടുക്കുന്ന വേതനം തന്നെ ധാരാളമാണ്, ഇനി കൂട്ടിക്കൊടുക്കാൻ ഞങ്ങൾ തയ്യാറില്ല. ഇത് പറഞ്ഞാൽ പോരെ? ഇതാണ് നിങ്ങളുടെ നിലപാടെങ്കിൽ നിങ്ങളത് പറയൂ. അത് പറയുന്നതിന് പകരം നിയമസഭയിൽ വന്ന് സംസ്ഥാനത്തിൻ്റെ ആരോഗ്യമന്ത്രി പച്ചക്കള്ളം പറയുക, CPM നേതാക്കന്മാർ പച്ചക്കള്ളം പറയുക. എന്തായിരുന്നു ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്? ഇന്നലെ വരെ പറഞ്ഞുകൊണ്ടിരുന്നത് കേന്ദ്രം പണം കൊടുക്കാനുണ്ട്, കിട്ടിയാൽ തരാം, കിട്ടാത്തത് കൊണ്ടാണ് തരാത്തതെന്നാണ്. എന്തേ കേന്ദ്രത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രി രാജ്യത്തിൻ്റെ പാർലമെൻറ്റിൽ കേരളത്തിലെ MP മാത്രമല്ല രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള MP ആശാവർക്കർമാരുടെ വിഷയം ഉന്നയിക്കുമ്പോൾ അതിൽ BJP ഉൾപ്പെടെയുള്ള MP വളരെ കൃത്യമായ മറുപടി ഈ രാജ്യത്തിൻ്റെ ആരോഗ്യമന്ത്രി പാർലമെൻറ്റിൽ പറഞ്ഞില്ലേ? അദ്ദേഹത്തിൻ്റെ മറുപടി എന്തായിരുന്നു? ആശാവർക്കർമാരുടെ അവരുടെ ആവശ്യം, അവരുടെ നിവേദനം അല്ലെങ്കിൽ അവരുടെ ഡിമാൻഡ് അതിന് കാതലായിട്ടുള്ള കാമ്പുള്ളതാണ്, അത് അംഗീകരിക്കപ്പെടേണ്ടതാണ്. കേന്ദ്ര ഗവൺമെൻറ് തീർച്ചയായിട്ടും അതിന് അനുകൂലമായ നിലപാടെടുക്കും. സ്മൃതി സൂചിപ്പിച്ചതുപോലെ ഇൻസെൻറ്റീവ് ഉൾപ്പെടെയുള്ളത് വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് സമീപനം എടുക്കും എന്ന് കൃത്യമായി ബോധിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ പന്ത് സ്റ്റേറ്റിൻ്റെ കോർട്ടിലാണ്. നമുക്കറിയാം, നാഷണൽ ഹെൽത്ത് മിഷൻ്റെ ഫണ്ടിങ്ങിനെ സംബന്ധിച്ചിടത്തോളം കേരളമാണ് അല്ലെങ്കിൽ ഓരോ സംസ്ഥാനവുമാണ് അവരുടെ റിക്വയർമെൻറ്റ് ചോദിക്കേണ്ടത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അവർ തന്നെ തൊഴിൽ കൊടുത്ത്, അവർ തന്നെ അപ്പോയിൻറ്റ് ചെയ്ത്, അവർ തന്നെ തൊഴിൽ സമയം നിശ്ചയിച്ച്, അവർ തന്നെ പണി കൊടുത്ത്, അവർ തന്നെ വേതനവും നിശ്ചയിച്ച് പ്രവർത്തിക്കുന്ന ഒരു 26,000 പേരാണ് കേരളത്തിലുള്ളത്. അവരുടെ വേതനം വർദ്ധിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് എന്താണോ ചെയ്യാൻ സാധിക്കുന്നതെന്ന് കേന്ദ്ര ഗവൺമെൻറ് ഉറപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ സംസ്ഥാനം ചെയ്യേണ്ടത് ഈ രാജ്യത്തെ മറ്റ് പല സംസ്ഥാനങ്ങളും ചെയ്തതുപോലെ, നമുക്കറിയാം ഇന്നിപ്പോൾ പല സംസ്ഥാനങ്ങളിൽ ഇവർക്ക് പ്രസവ അവധിയുണ്ട്, അതിന് ആനുകൂല്യങ്ങളുണ്ട്, ഇവർക്ക് PF കൊടുക്കുന്ന സ്ഥലമുണ്ട്, അതുപോലെ തന്നെ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ് കൊടുക്കുന്ന അങ്ങനെയുള്ള സംസ്ഥാനങ്ങൾ ഈ രാജ്യത്ത് പല സംസ്ഥാനങ്ങളും ഉണ്ടെന്നേ. അതിനനുസൃതമായി കേരളം ഇവരുമായി ചർച്ച ചെയ്യുമ്പോൾ ആ പോയിന്റുകളാണ് ചർച്ച ചെയ്യേണ്ടത്.
അതിന് പകരം നിഷേധാത്മക നിലപാടെടുത്തിട്ട് അടിയന്തരമായ ആരോഗ്യമന്ത്രി എന്താ ചെയ്യേണ്ടത്? ഇവരെ വിളിച്ച് ഇവരുടെ ഡിമാൻഡ് അംഗീകരിക്കാൻ തയ്യാറാവണം. അതിന് ആദ്യം വേണ്ടത് സമരം നടത്തുന്ന 400 പേരോ 4 പേരോ എന്നുള്ളതല്ല. പാവപ്പെട്ട സ്ത്രീകൾ കഴിഞ്ഞ 38 ദിവസമായിട്ട് തിരുവനന്തപുരത്ത് പൊരിവെയിലത്തും പെരുമഴയത്തും നടത്തുന്ന സമരത്തെ നിഷേധാത്മകമായ സമീപനത്തോടുകൂടി സമീപിക്കുകയും അതിനെ തള്ളിക്കളയുകയും ചെയ്യുമ്പോൾ ആ പഴി മുഴുവൻ കേന്ദ്രത്തിൻ്റെ തലയെ കെട്ടിവെക്കുക. എന്നിട്ട് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, നിങ്ങൾ നിലപാട് വ്യക്തമാക്കുന്നേ. ഇവർക്ക് നിങ്ങൾക്ക് സേവനങ്ങൾ കൂട്ടിക്കൊടുക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുക, നിങ്ങൾ അവരെ ചർച്ചയ്ക്ക് വിളിക്കുക. ചർച്ചയ്ക്ക് വിളിച്ചിട്ട് ആരോഗ്യകരമായ ചർച്ച നടത്തുക. കേരളത്തിൻ്റെ ഡിമാൻഡ് എന്നുള്ളത് കേന്ദ്രത്തിന് മുമ്പിൽ വെക്കുക. കേന്ദ്രം തുറന്ന മനസ്സോടുകൂടി കേന്ദ്രത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രി രാജ്യത്തിൻ്റെ പാർലമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്, തുറന്ന സമീപനത്തോടുകൂടി ആശാവർക്കർമാരുടെ ഡിമാൻഡ് കേൾക്കാൻ തയ്യാറാണെന്നുള്ളതാണ്. അതുകൊണ്ട് സംസ്ഥാനം അവരുടെ കടമ നിർവഹിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവണം. ആശാവർക്കർമാരോടുള്ള സമീപനത്തിൽ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് അവർ തയ്യാറാവണം. പാവപ്പെട്ട സ്ത്രീകൾ ഇവിടെ സമരം നടത്തുക. ഇവരുടെ പ്രശ്നം എന്താ? CIT അല്ല ഈ സമരം നടത്തുന്നുള്ളതാണ്. ഇത് ആർക്കായി? കേരളത്തിൽ സാമാന്യം 3 നേരം അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും ബോധ്യമാകും. ഈ സമരത്തിന് നേതൃത്വം കൊടുത്തത് CIT ആയിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ല. എനിക്കറിയാം, സ്മൃതി ഇടക്കൂടെ പറയുകയുണ്ടായി, ചിലപ്പോൾ ഇത് 3-4 മാസം കഴിയുമ്പോൾ ഇത് പരിഗണിച്ചേക്കാവുന്നു. ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ രാഷ്ട്രീയം കളിക്കേണ്ടതാണോ പാവപ്പെട്ട സ്ത്രീകളുടെ ഈ പരിദേവനം? അവർക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ. അതുകൊണ്ടാണ് ഞാൻ VPP മുസ്സയോട് ഇപ്പോൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ നിലപാട് എന്താണ് ഈ സമരത്തിൽ? അവർക്ക് വേതനം കൂട്ടിക്കൊടുക്കണം എന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ഉറച്ചു നിന്ന് അതിനനുസരിച്ചുള്ള അഭിപ്രായവും വർധന ആവശ്യപ്പെട്ട് മറ്റ് സംസ്ഥാനങ്ങളിലെ സമരങ്ങൾക്ക് CITU നേതൃത്വം നൽകിയിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം കൂടി നമ്മുടെ മുന്നിലുണ്ട്. ശ്രീ VPP മുസ്തഫ മറുപടി പറയേണ്ടതുണ്ട്. Debate with Smriti Parithikkad.